അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബരീറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, ഒന്നും സംശയിക്കാവുന്ന, ശങ്കിക്കാവുന്ന, തെറ്റിദ്ധരിക്കാവുന്ന വിധത്തിലുള്ള ഒന്നും ആയിഷ ബീവിയെക്കുറിച്ച് എനിക്ക് പറയാനില്ല. അവർ വളരെ ചെറുപ്പമാണ്, അതുകൊണ്ട് തന്നെ വളരെ നിഷ്കളങ്കയുമാണ്. പലപ്പോഴും ഞാനും അവരും കൂടി റൊട്ടി ഉണ്ടാക്കുമ്പോൾ അവർ മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഉറക്കം തൂങ്ങിപ്പോക്കും. അപ്പോൾ പൂച്ചകൾ വന്ന് മാവ് തിന്നു പോകും. അത്രയും നിഷ്കളങ്കയായ, ഒരു തെറ്റിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രകൃതക്കാരിയേ അല്ല ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പോൾ നേരത്തെ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ട ആ വിവരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിവരമാണല്ലോ ഇപ്പോൾ കിട്ടിയത്. സന്തോഷമായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വീടുമായും കുടുംബവുമായും അടുത്ത ഒരാളോട് കൂടിയാലോചിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപിക്കുക അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണല്ലോ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അലി, ആയിഷയെക്കുറിച്ച് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്, താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവാം. എന്താണ് ആയിഷയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയിരുത്തൽ എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇതൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ടതുണ്ടോ? താങ്കൾ മറ്റൊരു വിവാഹം ചെയ്തേക്കൂ. അലി റളിയല്ലാഹു അൻഹു ആയിഷ ബീവി കുറ്റക്കാരിയാണ് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ അലി റളിയല്ലാഹു അൻഹു നബിയുടെ ജീവിത പരിസരം മൊത്തത്തിൽ നോക്കുന്നുണ്ട്. അതായത് ഒരുപാട് വിഷയങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്, പല ഭാഗത്തും ശത്രുത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, മക്ക യുദ്ധത്തിന് വേണ്ടിയുള്ള ഉദ്യമങ്ങൾ പിൻവലിച്ചുവെങ്കിലും മക്ക ഇപ്പോഴും നമ്മുടെ കരവലയത്തിൽ ഒതുങ്ങിയിട്ടില്ല. പിന്നെ ഇസ്ലാമിൻ്റെ സംസ്ഥാപനമുണ്ട്. അതോടൊപ്പം യഹൂദികൾ മദീനയിൽ നിന്ന് അവർ പോയെങ്കിലും ഖൈബറിൽ അവരിൽ ചിലർ തങ്ങിയിട്ടുണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് വലിയ തൻ്റെ ഉത്തരവാദിത്വവുമായി, തൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ സജീവമായി ഇവിടെ നിൽക്കുമ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ അന്വേഷണം നടത്തി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നബിയെ, ആയിഷ അല്ലാതെ വേറെയും സ്ത്രീകളുണ്ടല്ലോ, താങ്കൾക്ക് വേറെ ഒരാളെ വിവാഹം കഴിക്കാമല്ലോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സത്യത്തിൽ ഈ വാക്ക് പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വർത്തമാനത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്തായിരുന്നു, ഏത് സാഹചര്യത്തിലാണ് അലി റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞത് എന്നത് വേണ്ട വിധത്തിൽ ചരിത്രത്തിൽ നിന്ന് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലാത്ത കുറേ ആൾക്കാരെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ നിലപാട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. പ്രധാനമായും ഷിയ വിശ്വാസികൾക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹു അൻഹു, ഈ 3 പേരോടാണ് ഏറ്റവും വലിയ വിദ്വേഷമുള്ളത്. അതിൽ ആയിഷ ബീവിയോടുള്ള വിദ്വേഷത്തിൻ്റെ ഒരു പ്രധാന പ്രചോദനമായി അവർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കിനെ പലപ്പോഴും കരുതാറുണ്ട്, വിശ്വസിക്കാറുണ്ട്. ഏതായിരുന്നാലും മഹാനായ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോൾ, അതേസമയം അവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആയിഷ ബീവി തെറ്റുകാരിയാണ്, ആയിഷ ബീവി അങ്ങനെ ഒരു തെറ്റിനു സാധ്യതയുള്ള ആളാണ് എന്നൊരിക്കലും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, പറയില്ല. നമ്മളെപ്പോഴും അത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല, പിൽക്കാലത്ത് വന്ന ഷിയ വിശ്വാസികളെ മാത്രമല്ല, ആയിഷ ബീവിയെ തന്നെ അത് ചെറുതായി വേദനിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ പിന്നീട് അവരറിഞ്ഞപ്പോൾ. ഏതായിരുന്നാലും അതിൻ്റെ പിന്നിലൊന്നും നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല എന്നാണ്. നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടുണ്ട്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു പോളിസിയാണ്. എന്താണെന്ന് വെച്ചാൽ, ഒമാ ജറ ബൈന സഹാബി നസ്കുത്തു, സഹാബിമാർക്കിടയിൽ നടന്ന എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിലും തർക്കവിതർക്കങ്ങളാണെങ്കിലും അതിനെക്കുറിച്ചെല്ലാം നാം മൗനം പാലിക്കും. അവരെല്ലാവരും നക്ഷത്രതുല്യരാണ്, അവരെല്ലാവരും നീതിമാന്മാരാണ്. അവരിൽ ഒരാളെയും ഇകഴ്ത്തുവാനോ പ്രത്യേകിച്ച് പുകഴ്ത്തുവാനോ നമുക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ട് ആണ് നമ്മൾ അലി റളിയല്ലാഹു അൻഹുവിനെയും
മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും ഒരേപോലെ അംഗീകരിക്കുന്നത്. ഒരിക്കലും നമ്മൾ അലി റളിയല്ലാഹു അൻഹു ചെയ്തത് തെറ്റായി അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു ചെയ്തത് തെറ്റായി എന്നൊന്നും നമ്മൾ പറയാനോ സ്ഥാപിക്കാനോ പാടില്ല എന്നാണ്. അത് ഉമ്മത്തിൻ്റെ അച്ചടക്കത്തിന് വിരുദ്ധമാണ്, വിഘാതമാണ്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ആൾക്കാർ ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഞാൻ അങ്ങനെ അതുകൊണ്ടാണത് പറയുന്നത്. ഇപ്പോൾ പിൽക്കാലത്ത് ജമൽ യുദ്ധം എന്ന് പറയുന്നൊരു യുദ്ധമുണ്ടായി. ഇത് വളരെ ഖേദകരമായൊരു സംഭവമായിരുന്നു. ആ സംഭവത്തിൽ ഒരു ഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, ഒരു ഭാഗത്ത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പണ്ടേ ഉള്ള അവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് എന്നൊന്നും ഒരിക്കലും ചിന്തിക്കാനും വ്യാഖ്യാനിക്കാനും പാടില്ല എന്നാണ്. അവരൊക്കെ സഹാബിമാരാണ്, അവരൊക്കെ ഉന്നതരാണ്. അവരുടെ ഇടയിൽ ഒരിക്കലും പിന്നെ ചിലപ്പോഴൊക്കെ രണ്ട് ഭാഗത്ത് വരുമ്പോൾ, ഉദാഹരണമായി മുആവിയ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരു യുദ്ധ നീക്കം നടത്തുമ്പോൾ, അപ്പോൾ ഇത് രണ്ടും ശരിയാണ് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. രണ്ടും ശരിയാവില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാവൂ. എല്ലാം ശരിയാണ്, അങ്ങനെ ഒരു വാദം ഇപ്പോൾ സർവമത സത്യവാദം എന്നൊക്കെ പറഞ്ഞ് പുതിയ കാലത്ത് വന്നിട്ടുണ്ട്. അത് എത്രമാത്രം വിഡ്ഢിത്തമാണ് എന്നറിയില്ല. എല്ലാം കൂടി സത്യമാവില്ല, കൂട്ടത്തിൽ ഒന്നേ സത്യമാകും. ഏതായിരുന്നാലും അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. മുആവിയ റളിയല്ലാഹു അൻഹു ചില ഔലവിയ്യത്തുകളെക്കുറിച്ച് ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനമാനത്തെക്കുറിച്ചോ അദ്ദേഹം 4ാം ഖലീഫയാകുന്നതിലെ സാങ്കത്യത്തെക്കുറിച്ചോ ഒന്നും ഒട്ടും അഭിപ്രായ വ്യത്യാസം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, അത് ചെയ്തിട്ടുമില്ല. അതേസമയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അലി റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രയോറിറ്റി നൽകേണ്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ ശിക്ഷിക്കുന്നതിനായിരുന്നു. ആ ഔലവിയ്യത്ത് ഒക്കെ നൽകേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ അതൊരു പ്രയോറിറ്റിയുടെ വിഷയം മാത്രമാണ്, അല്ലാതെ എല്ലാ അർത്ഥത്തിലും അവർ ശത്രുക്കളായിരുന്നു എന്നൊന്നും അതിനർത്ഥമില്ല. സഹാബിമാരൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാനും അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ജീവിക്കാനും ഭാഗ്യം കിട്ടിയവരാണ്. അതുകൊണ്ട് അവരെല്ലാവരും നീതിമാന്മാരുമാണ്, അവരെല്ലാവരും സത്യസന്ധന്മാരുമാണ്, അവരെല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം സുഖലോക സ്വർഗത്തിലുമാണ്. അപ്പോൾ നമ്മുടെ നിലപാട് അതാണ്. അതുകൊണ്ട് തന്നെ ഈ അലി റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ച അഭിപ്രായത്തെ ആയിഷ ബീവിക്കെതിരെയുള്ളൊരു വ്യക്തിഹത്യയായി ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല എന്ന് ഇതിനോടൊപ്പം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ അഭിപ്രായം കേട്ടപ്പോൾ, കാരണം നല്ല ബുദ്ധി കൂർമ്മതയുള്ള തീവ്രമായ ചിന്താശേഷിയുള്ള വലിയ ബൗദ്ധികമായ സാമർഥ്യമുള്ള ഒരാളാണ് അലി റളിയല്ലാഹു അൻഹു, ഒരു സംശയമില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെറിയൊരു വിഷമമാവുകയും ചെയ്തു. ഏതായിരുന്നാലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവസാനമായി നബിയോട് ഫസബ്റുൻ ജമീൽ, ഞാനിനി ക്ഷമിക്കുന്നതാണ് അഭികാമ്യം എന്ന് പറഞ്ഞതോടുകൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയാണ്. വേദനയുണ്ട്, മടങ്ങുകയാണ്. പക്ഷേ ആ വേദന അധികം നീണ്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.